ഹായ് കൂട്ടുകാരെ, നമുക്കൊരു ബട്ടർഫ്ലൈ തയ്ച്ചാലോ? എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. നൂലെടുക്കുക, നോട്ടിടുക. നോട്ടിട്ടതിന് ശേഷം 5 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 4 5. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ചെയിനുമായിട്ടിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് 3 ചെയിൻ 1 2 3 ചെയിൻ ഈ ഹോളിൽ ഒരു ഡബിൾ ക്രോഷേ, അതിന് ശേഷം 2 ചെയിന്, വീണ്ടും ഈ ഹോളിൽ 2 ഡബിൾ ക്രോഷേ, 1 2, വീണ്ടും 2 ചെയിന്. അങ്ങനെ നമുക്കിപ്പോൾ 2 പോർഷൻ കിട്ടി. 2 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 2 ഡബിൾ ക്രോഷേ. അങ്ങനെ ഇതൊരു പോർഷൻ, ഇതൊരു പോർഷൻ. അങ്ങനെ ഈ ഹോളിൽ മൊത്തം നമുക്ക് 8 പോർഷൻ വേണം. ഇനി നമുക്ക് 6 പോർഷനും കൂടെ ഈ ഹോളിൽ തുന്നിയെടുക്കാം. അങ്ങനെ റൗണ്ടിൽ ഈ ഹോളിൽ 8 പോർഷൻ നമ്മൾ തുന്നിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ റൗണ്ട് ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാം. കൂട്ടിപ്പിടിപ്പിച്ച് ഇവിടെ എക്സ്ട്രാ ഉള്ള നൂല് നമുക്കൊന്ന് വലിച്ചു മുറുക്കാം. അതിനുശേഷം നമുക്കിനി ഈ ഹോളിലാണ് അടുത്ത തുന്നണ്ടേ. അന്നേരം ഇവിടെ ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. ആ സ്റ്റിച്ച് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഹോളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം 3 ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2 ഡബിൾ ക്രോഷേ സെയിം സ്പേസിൽ, അതിനുശേഷം 3 ചെയിന്, ശേഷം ഈ സെയിം സ്പേസിൽ തന്നെ വീണ്ടും 3 ഡബിൾ ക്രോഷേ. അതിനുശേഷം നെക്സ്റ്റ് സ്പേസിലും ഈ സെയിം ഇത് തന്നെ 3 ഡബിൾ ക്രോഷേ, 3 ചെയിന്, 3 ഡബിൾ ക്രോഷേ, 1 2 3. അതുപോലെ ഈ എല്ലാ സ്പേസിലും നമുക്കങ്ങനെ 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, 3 ഡബിൾ ക്രോഷേ, 3 ചെയിൻ, 3 ഡബിൾ ക്രോഷേ, അങ്ങനെ ഈ മൊത്തം എല്ലാ സ്പേസിലും 8 സ്പേസിലും നമുക്ക് തുന്നിയെടുക്കാം. അങ്ങനെ നമ്മൾ റൗണ്ട് പൂർത്തിയാക്കി. ഇനി നമുക്ക് ആദ്യം ഇട്ട 3 ചെയിനുമായിട്ട് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൂട്ടിപ്പിടിപ്പിക്കാം. കൂട്ടിപ്പിടിപ്പിച്ച് ഇനി നമുക്ക് ഈ നൂല് അങ്ങ് കട്ട് ചെയ്യാം. ചെയ്താൽ ഇനി നമുക്ക് വെള്ള നൂല് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് ഈ പോർഷനിലാണ് നമുക്ക് തുന്നേണ്ടത്. അപ്പോൾ നമുക്ക് ഈ പോർഷനിലേക്ക് ഈ വെള്ള നൂല് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്ത് അതിന് ശേഷം 2 ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സ്പേസിൽ 10 ഡബിൾ ക്രോഷേ, 10 ഡബിൾ ക്രോഷേ. ഈ 2 ചെയിൻ നമുക്കൊരു ഡബിൾ ക്രോഷേ ആയിട്ട് എണ്ണാം. അതിന് ശേഷം വീണ്ടും അതിനുശേഷം 9. ഇപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ഞാൻ തുന്നി. ഇനിയും ബാക്കി 8 എണ്ണം. 10 ഡബിൾ ക്രോഷേ നമ്മൾ ആ പോർഷൻ ചെയ്ത് തുന്നി. പിന്നെ ഈ 2 പോർഷനുമായിട്ട് തമ്മിൽ ഇടയ്ക്ക് വരുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ തുന്നി കൊടുക്കാം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് സ്പേസിൽ 10 ഡബിൾ ക്രോഷേ.
1. അങ്ങനെ രണ്ടാമത്തെ സ്പേസിൽ നമ്മൾ 10 ഡബിൾ ക്രോഷേ തുന്നി. പിന്നെ ഈ വരുന്ന സ്പേസിൽ സിംഗിൾ ക്രോഷേ, പിന്നെയും നെക്സ്റ്റ് സ്പേസിൽ 10 ഡബിൾ ക്രോഷേ 2. അങ്ങനെ രണ്ടാമത്തെ സ്പേസിൽ നമ്മൾ 10 ഡബിൾ ക്രോഷേ തുന്നി. പിന്നെ ഈ വരുന്ന സ്പേസിൽ സിംഗിൾ ക്രോഷേ, പിന്നെയും നെക്സ്റ്റ് സ്പേസിൽ 10 ഡബിൾ ക്രോഷേ 2. അങ്ങനെ മൊത്തം സ്പേസിൽ നമുക്ക് തുന്നി വരാം. അങ്ങനെ നമ്മൾ ആ റൗണ്ട് മൊത്തം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും ഈ റൗണ്ട് നമുക്ക് കൂട്ടി പിടിപ്പിക്കാം. ഇവിടെ ഒരു സിംഗിൾ ക്രോഷേ കൊടുത്തു. ഇവിടെ 3 ചെയിൻ, നേരത്തെ നമ്മൾ ആദ്യം 3 ചെയിൻ ഇട്ടിരുന്നില്ല, ആദ്യം മൂന്നാമത്തെ 2 ചെയിൻ ഇട്ടിരുന്നതിൽ രണ്ടാമത്തെ ചെയിനുമായിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്കിത് ബട്ടർഫ്ലൈയുടെ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ മടക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിലൂടെ ഇവിടെ കൂടെ നമ്മൾ ഈ സൂചി കടത്തി ഈ നൂല് വലിച്ച് പുറത്തിറക്കുക. അവിടെ വലിച്ച് പുറത്തെടുക്കുക. അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ നടുക്കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ മേളിൽ കൊണ്ടുവരിക. അതിനുശേഷം 10 ചെയിൻ ഉണ്ടല്ലേ, ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് മേളിൽ കൊണ്ടുവന്ന് ഇനി 10 ചെയിൻ 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം നെക്സ്റ്റ് ഈ എല്ലാ ചെയിനിലൂടെയും നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ ലാസ്റ്റ് കൊണ്ടുവരാം. രണ്ടാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ മൊത്തം ചെയിനും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് വീണ്ടും നമുക്ക് 10 ചെയിൻ ഇട്ട് കൊടുക്കാം. ആ 10 ചെയിനിലൂടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ അത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇനി ഈ നൂല് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്കൊന്ന് കട്ട് ചെയ്യാം. ബാലൻസ് വന്ന നൂല് നമുക്ക് ഇവിടോട്ടൊന്ന് കോർത്ത് വെക്കാം. ബാലൻസ് വന്ന നൂല് നമുക്കൊന്ന്
വേഗം ഒരു ബട്ടർഫ്ലൈ നമുക്ക് കിട്ടിയില്ലേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം.